പ്രകടന പത്രികയിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, പ്രകടന പത്രികയിൽ ഇങ്ങനെയെല്ലാം ചിലത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതെല്ലാം അങ്ങ് നടപ്പാക്കാനുള്ളതാണോ? പ്രകടന പത്രിക എന്ന ആ ചെറിയ പുസ്തകത്തെ സംബന്ധിച്ച് യു ഡി എഫിന്റെ കാഴ്ചപ്പാടും എൽ ഡി എഫിന്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ പ്രകടമാകുന്നത്. അദ്ദേഹത്തിന്റെ ഒറ്റ വരി വാക്കിലൂടെ പ്രകടമാകുന്നത്. യു ഡി എഫ് പ്രകടന പത്രികയെ സംബന്ധിച്ച് യു ഡി എഫിന്റെ കാഴ്ചപ്പാട് കേവലം അക്ഷരങ്ങൾ അടിച്ചുകൂട്ടിയ ഒരു ചെറു പുസ്തകം. നിങ്ങളുടെ വീടുകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് കൊണ്ടുവന്ന പ്രകടന പത്രിക ഉണ്ടാകും. ആ പ്രകടന പത്രികയിൽ യു ഡി എഫ് പല വാഗ്ദാനങ്ങളും ചെയ്തിട്ടുണ്ട്, കേവല വാഗ്ദാനങ്ങൾ മാത്രം. അതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് പ്രകടന പത്രികയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് കേവലമായ അക്ഷരങ്ങൾ അടിച്ചുകൂട്ടിയ ഒരു ചെറു പുസ്തകമല്ല ഈ പ്രകടന പത്രിക. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് എന്നുള്ള തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു മാനിഫെസ്റ്റോയാണത്. ആ മാനിഫെസ്റ്റോ നടപ്പാക്കേണ്ടത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടമയാണ്, കർത്തവ്യമാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അറിയാം. അതുകൊണ്ട് തീരുമാനിച്ചു 400 രൂപ അധികം കൊടുക്കാൻ തീരുമാനിച്ചു. 1600 രൂപ 2000 രൂപയായി. 2000 രൂപയായപ്പോൾ മറ്റൊരു വാദം കൂടി വന്നു. ഇത് കൊടുക്കാനല്ല, ചുമ്മാ പറയുന്നതല്ലേ. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു വാദം അവർ ഉയർത്തി. പക്ഷേ ഇപ്പൊ കിട്ടിയല്ലോ, താങ്ങുന്നില്ലേ ക്ഷേമ പെൻഷൻ? ഇപ്പൊ എത്ര കിട്ടി? പറഞ്ഞു, ധൈര്യമായി പറഞ്ഞു. നമ്മൾ കള്ളം പറയുന്നതല്ലോ. 3600 രൂപ ഇപ്പൊ നിങ്ങളുടെ കൈകളിൽ കിട്ടി. കഴിഞ്ഞ മാസത്തെ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നത് 1600 രൂപ. ഇപ്പോഴത്തെ വർദ്ധിപ്പിച്ച 400 രൂപ കൂടി ചേർത്ത് 2000 രൂപ. അങ്ങനെ 2000-ഉം 1600-ഉം 3600 രൂപ എല്ലാവരുടെയും വീടുകളിൽ എത്തിച്ചു. ഇത് കേവല വാഗ്ദാനം മാത്രമായിരുന്നല്ലോ, കേവലം പ്രഖ്യാപനം മാത്രമായിരുന്നല്ലോ. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയും അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുകയും ചെയ്തിട്ടാണ് ജനങ്ങളുടെ മുമ്പാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമുഖീകരിക്കുന്നത്. പുതിയ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചു. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള നമ്മുടെ വീട്ടമ്മമാരുണ്ട്. വീടിന്റെ അകത്തളങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ, കരിയും പുകയും ഏറ്റ് കഷ്ടപ്പെടുന്ന അമ്മമാർ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിലുണ്ട്. അവർക്ക് അല്പം കുഴമ്പ് വാങ്ങാനെങ്കിലും ഒരു ചെറിയ സഹായം ഉണ്ടാകണം. തീരുമാനിച്ചു 1000 രൂപ വീതം ഈ ഒരു ക്ഷേമ പദ്ധതിയിലും ഉൾപ്പെടാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുഴുവൻ അമ്മമാർക്കും ഈ 1000 രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യം കൊടുക്കാൻ തീരുമാനിച്ചതാണ്. അത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പിൻവലിക്കുമോ അന്ന് ഇത് കൊടുക്കും എന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ നൽകിയ ഈ വലിയ സ്വീകരണത്തിന് നിങ്ങളോട് ഞാൻ ഒത്തിരി സന്തോഷം എനിക്ക്. പിന്നെ ഈ 9-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് നൽകി നിങ്ങളെന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കൂടി ജയിപ്പിച്ച് നിങ്ങളിൻ്റെ ഒരാളാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി നമുക്ക് അതിനുള്ള സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുപോലെ നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് തരണം, വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണം. നിങ്ങളോടൊപ്പം, നിങ്ങളിൽ ഒരാളെ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഈ വാർത്തയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരികയാണ്.